5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂഷൻ അധ്യാപകനിൽ നിന്ന് നേരിട്ട ലൈംഗിക ചൂഷണം. പിന്നീട് അവൾ MBBS വിദ്യാർത്ഥിനിയായിരിക്കെ ഇക്കാര്യം തുറന്നു പറയുന്നു. 2013 നടന്ന പീഡനത്തെക്കുറിച്ച് 11 വർഷങ്ങൾക്ക് ശേഷം അതിജീവിത വെളിപ്പെടുത്തിയ കേസിൽ പ്രതിക്കൊടുവിൽ കോടതി ശിക്ഷയും വിധിച്ചിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്വദേശി സുഭാഷ് കുമാറിന് 18 വർഷം കഠിന തടവാണ് ശിക്ഷ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രതിയുടെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടി ആദ്യം പീഡിപ്പിച്ചത്. പിന്നീട് പലതവണ ചൂഷണം ചെയ്തു. ട്യൂഷൻ അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതിനാൽ അന്ന് കുട്ടി വിവരം പുറത്തു പറഞ്ഞില്ല. പിന്നീട് മനോനിലതെറ്റിയ പെൺകുട്ടിയുടെ +2 പഠനം 1 വർഷം നഷ്ടപ്പെട്ടു. +2 കഴിഞ്ഞപ്പോൾ പീഡന സംഭവം ഓർത്ത് അവൾക്ക് വീണ്ടും മാനസിക പ്രശ്നമുണ്ടായി. ഒടുവിൽ MBBSന് പഠിക്കുന്ന സമയത്ത് മനഃശാസ്ത്രജ്ഞനെ കണ്ടതോടെയാണ് അവൾ നേരിട്ട ദുരിത കഥ പുറത്തു വന്നത്. നമ്മുടെ വീടുകളിൽ പല കുട്ടികളും ഇങ്ങനെ ചൂഷണത്തിന് ഇരകളാകുന്നുണ്ടാകാം. ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായാൽ വീട്ടിലത് തുറന്നു പറയാനുള്ള സാഹചര്യം വേണം. അല്ലാതെ അവരെ ഭയപ്പെടുത്തുകയല്ല വേണം.